ഏനു നീ എന്താ ചെയ്യുന്നേ? ഏനു എന്താ ചെയ്യുന്നേ? ആണോ ഗൈസ്, എനിക്ക് ഇന്നലെ പണി കേട്ടത്. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെയാണ്. എൻ്റെ സോപ്പ് പൊടി, പേസ്റ്റ് ഇത്യാദി സകല സാധനങ്ങളും തീരും കേട്ടോ. ഇതൊക്കെ നമ്മുടെ കയ്യിലേക്ക് വെക്ക്. ഇത് പഠിക്കാൻ പറഞ്ഞിട്ടാട്ടോ. അമ്മ ചോദിക്കട്ടോ ഇനി ഈ വിശപ്പ് പഠിക്കാതിരിക്കുമ്പോൾ സ്ഥിരമുള്ളതാട്ടോ. ഒന്നെങ്കിൽ ബാത്റൂം അല്ലെ വിശപ്പ്. ഇതാണ് ആളുടെ സ്വഭാവം. ഹലോ, അപ്പോൾ ഇതാ യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ തുടങ്ങിയിട്ടാ. ഇതാ ഇരുന്ന് പഠിക്കുകയാണേ. കാലത്തൊക്കെ പഠിയാൻ കുറച്ച് ഇതാ പഠിക്കാനുണ്ട്. കുറേ നോട്ടൊന്നും കംപ്ലീറ്റ് അല്ല എന്തൊക്കെയോ എന്നിട്ടാ. പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ ആളെ അടുത്ത് തന്നെ കുത്തിയിരുന്ന് ഞാൻ പഠിപ്പിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇതായിരിക്കും സ്ഥിതി. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഒന്നെങ്കിൽ ആളെ കാണില്ല, അല്ലെങ്കിൽ തലകുത്തി നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഈ പഠിപ്പിക്കാതിരിക്കുന്ന സമയത്ത് ഞാൻ അവൻ്റെ അടുത്ത് തന്നെ ഇരിക്കല. ആര് വന്നാലും പോയാലും ഒന്നും ഞാൻ നോക്കാറില്ല. കാരണം ഇവനെ എൻ്റെ ശ്രദ്ധ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് മൂപ്പര കളിയിലായിരിക്കും. ഒന്നെങ്കിൽ പെൻസിലെടുത്ത് ചിത്രം വരയ്ക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയിലായിരിക്കും. ഇപ്പോൾ നൈനൂട്ടിനെയും കൂടി പഠിപ്പിക്കാൻ അതിനെക്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ നൈനൂട്ടിക്ക് പറഞ്ഞെടുക്കുമ്പോൾ ആൾ വേറെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും. ഞങ്ങൾ പഠിക്കണം കേട്ടോ. ഇതാ പഠിപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ താൻ നൈനൂട്ടിനെ കുളിച്ച് പുറപ്പെടിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പോഴാണ് പേരൊക്കെ കണ്ട ആൾ എന്നോട് പറഞ്ഞു, ഇന്നലെ അമ്മ ഉപ്പും മുളകും ആക്കിയില്ലേ, നമുക്ക് അതുപോലെ ആക്കാതെ പറഞ്ഞ് ഞങ്ങൾ ഉപ്പും മുളകും ഒക്കെ ആക്കി കഴിക്കുക കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫറോക്ക് പോകാണ്ട്. ഫറോക്ക് ESI ഹോസ്പിറ്റലാണ്, അമ്മേനെ കാണിക്കാനാണ്. ഫറോക്കിലെത്തിയപ്പോൾ അതാ നല്ല തിരക്കാട്ടോ. വണ്ടി എങ്ങോട്ട് മൂവിങ് ഇല്ലേ. എന്താണെന്നറിയില്ല, ബ്ലോക്ക്. കുറേ നേരം ഞങ്ങൾ 1 മണിക്കൂർ വരെ ഞങ്ങൾ ബ്ലോക്ക് കുടുങ്ങി കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് കേട്ടത് അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അതിലുണ്ടായിരുന്ന ആൾ മരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടോ. ഇല്ല പറഞ്ഞിട്ടില്ല, ഞാൻ വന്നിട്ട് അടിക്കാം. ഞാൻ ഉച്ച എത്തിട്ടോ. ശരി, ഞാൻ അടുത്ത് വിളിക്കാം. അതെ, ഞാൻ അടുത്ത് വിളിക്കട്ടോ. അപ്പോഴേ കാര്യം മനസ്സിലായി കേട്ടോ. ഈ വണ്ടിയിലുള്ള ഒരു റിലേറ്റീവാണ് അവിടെ ആക്സിഡൻ്റ് ആയി കിടക്കുന്നത്. ആ വണ്ടിക്കാർക്ക് എങ്ങനെ നോക്കിയാലും മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്കും ബ്ലോക്കായിരുന്നു. പക്ഷേ പോലീസുകാർ വന്നപ്പോൾ അവരെങ്ങനെയോ ഉള്ളിൽ കൂടെ എങ്ങനെയോ പറഞ്ഞയച്ചിട്ടുണ്ട്. കുറേ നേരം വണ്ടിയിലിരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് ഇറങ്ങി നോക്കിയാലോ, എന്താ സംഭവിച്ചതെന്ന് നോക്കാമല്ലോ. കുറേ നേരം മുന്നിൽ കുറേ പോലീസുകാരുണ്ട്. അപ്പോൾ അവിടെ ഒരു സംഭവം നടന്നത് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് ഇറങ്ങി നടന്നു നോക്കട്ടെ. അങ്ങനെ കുറച്ച് മുന്നോട്ട് ഇറങ്ങി നടന്നപ്പോൾ ഉണ്ട് അവിടെ വണ്ടി കേട്ടോ. ആ ഇടിച്ച വണ്ടി ഒരു കാറാട്ടോ. കാറ് പകുതി പോലെ ഇടിച്ച് ഒന്നായിട്ട് തകർന്നുണ്ട്. അയ്യ നിലയിലായിരുന്നേ. ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ. വോക്സ് വാഗണിൻ്റെ പോളോ കാറാട്ടോ അത്. ഈ വണ്ടി ആ വണ്ടി അതിലുള്ള വെച്ച് ഇത് കുറെ മുന്നായി. ഇത് ആദ്യത്തെ ഒരാഴ്ചയായി. ഇത് എന്തിനെ കൊണ്ടിടിച്ചാ? KSRTC അത് പണിയായി. എന്നാലും ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ബാക്കിലത്തെ വണ്ടിയിൽ ഞങ്ങളെ വണ്ടീൻ്റെ അയാ മോൻ ഇങ്ങനെ കരയുന്നേ. അയാളെ വാർത്തയായിട്ട് വയ്ക്കും. മോൻ മരിച്ചു, തള്ളി മോനെ മരിച്ചു. എവിടുന്നായിരുന്നു? ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നിട്ടോ. എന്താ വെച്ചാൽ പെട്ടെന്നൊക്കെ ഒരാൾ ഇല്ലാണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടും എന്താ പറയുക മനസ്സിൻ്റെ പ്രയാസവും ഇപ്പം എത്ര ആളത് അനുഭവിക്കുന്നുണ്ടാവും.
എന്തൊക്കെയോ ഞാൻ ഓർത്ത് അവിടെ ഇരുന്നു കേട്ടോ. എല്ലാവരും സൂക്ഷിച്ച് വാഹനം ഓടിക്കുക. അപ്പം അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിട്ടോ. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എക്സ്റേ എടുക്കാൻ പറഞ്ഞേ. എന്നിട്ട് അമ്മേൻ്റെ എക്സ്റേ മുട്ടിന് നല്ലതുപോലെ തേയ്മാനുണ്ടെന്ന് കേട്ടോ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഫറോക്കിൽ നിന്ന് തിരിച്ച് വരികയാണേ. ഞങ്ങൾ സ്ഥിരം കയറുന്ന ഒരു കട ഉണ്ട് കേട്ടോ അവിടെ. നമ്മളെ വീട്ടിൽ കിട്ടുന്ന ഫുഡ് പോലെ തന്നെ അവിടെ കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഞ്ഞിയും കപ്പയും ചോറും എല്ലാം ഉണ്ടായിരുന്നേ. പുട്ടും വേറെ ഐറ്റംസ് ഉണ്ട്. കഞ്ഞി കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു കഞ്ഞി മതിയെന്ന്. പിന്നെ ഒരു ബീഫും വാങ്ങിയേ. അങ്ങനെ കഞ്ഞി ഏട്ടൻ പൂളി കപ്പ എന്ന് പറയും കേട്ടോ. കപ്പയും വാങ്ങിച്ചിട്ടോ. അങ്ങനെ ചോറും കഞ്ഞിയും ഞങ്ങൾ നല്ല ഫുഡായിരുന്നു കേട്ടോ അവിടെ. കാരണം ഒരു ചേച്ചിയും ചേട്ടനാണ്. ഞങ്ങൾ അവിടെ കയറി പിന്നെ പരിചയമായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലെത്താൻ നേരം കപ്പ വറുത്തതുണ്ട് കേട്ടോ. ഞങ്ങൾ സ്ഥിരം വാങ്ങുന്ന കടയാണ്. നല്ല ടേസ്റ്റ് കേട്ടോ അവരുടെ കപ്പ വറുത്തതിന്. അതാ റോഡിന് പോകുന്ന ജാഥ. എന്തിനാ വെച്ചാൽ കുറേ കാലമായി റോഡ് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അതിന് പ്രതീക്ഷയിതായിട്ടാണ് പോകുന്നത് ജാഥ. അതൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ നൈനോട്ടി ബ്രോസ്റ്റഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ബ്രോസ്റ്റഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ അത് കഴിഞ്ഞ് ബീച്ചിലൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എവിടെ പോവാനാ നീ? ഓടില്ല നാളെ കൈ പിടിക്കണേ. ഞാൻ വീഡിയോ ആയിട്ട് കോടി എടുക്കണോ? അങ്ങനെ ഞങ്ങൾ കൈ കഴുകാൻ നേരം ഞങ്ങൾ രണ്ടാളും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ മെനുവിൽ നോക്കിയിട്ട് തപ്പിത്തറയിലായിട്ടോ എന്ത് വാങ്ങുമെന്ന്. ബ്രോസ്റ്റഡ് കഴിക്കാൻ പോയ ഞങ്ങൾ മെനു കണ്ടപ്പോൾ സംഭവം എല്ലാം മാറ്റിയിട്ടോ. വേറെ എന്തെങ്കിലും കൂടിയൊക്കെ കഴിക്കാമല്ലോ എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ ഒരു ലോഡർ ഫ്രൈസ് കൂടി ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ അങ്ങോട്ട് ഞങ്ങൾ കുറേ നേരം വെയിറ്റിങ്ങിലാണ്. കഥയും പാട്ടും നൈനോട്ട് എന്തൊക്കെയോ കഥയും പാട്ടുമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ തളർന്ന് കിടക്കുന്ന ഒന്നുമല്ല കേട്ടോ. ഓർഡർ ചെയ്തിട്ട് കുറേ കഴിഞ്ഞിട്ട് സാധനം എത്തുന്നില്ല കേട്ടോ. വിശന്ന് പൊരിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ കയറിയത്. അങ്ങനെ അതാ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ എത്തിട്ടോ. ഈ സോസ് ഉണ്ടാക്കുന്നതൊക്കെ ഇനിയിപ്പോൾ പാട്ടൊന്നും പാട് ശാന്തമീ അങ്ങനെ ബ്രോസ്റ്റഡും ഇതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ബീച്ചിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാണ്. ബീച്ചിലെത്തിയപ്പോൾ രണ്ടാക്കും മടി. അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവുമല്ലോ. മക്കൾക്ക് പനിയൊക്കെ വന്ന് പിന്നെ കഷ്ടപ്പാടായിരിക്കും. പിന്നെ ഒരാഴ്ച പോലെ സ്കൂളിൽ ലീവായിരിക്കും. അതൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ബീച്ചിലിറങ്ങാണ്ട് ബീച്ചിൻ്റെ റോഡിൽ കൂടെ കുറേ വണ്ടിയൊക്കെ ഓടിച്ച് പിന്നെ ഞങ്ങൾക്ക് പച്ചക്കറിയും ഇതൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. മക്കൾക്ക് രാവിലത്തേക്ക് സ്നാക്സിനും ഒക്കെ വാങ്ങാൻ കയറി. നൈനോട്ടിക്ക് വെച്ചാൽ നൈനോട്ടിക്ക് വേണ്ടതൊക്കെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. എന്ത് എന്താ സാധനം? സ്ട്രോബെറിന്റെ ജില്ലി ജെല്ലി ജെല്ലി മുട്ടായി കേട്ടോ അത്. നൈനോട്ടിനെ കണ്ടു നോക്ക്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തുമ്പോഴത്തേക്കും ഒരു വിധമായി കിട്ടോ. ഭയങ്കര ക്ഷീണവും ഉറക്കവും എല്ലാം കൂടിയായിട്ട് നമ്മളൊരു വിധമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ.